ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് യൂണിറ്റ് 1 ആക്ടിവിറ്റീസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30-31. ഈ പേജിൽ റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി തുടർന്നുള്ള ടെക്സ്റ്റ് ബുക്ക് പ്രവർത്തനങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോയ്ക്ക് ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. 3ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോസും സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. റീഡ് ആൻഡ് റിജോയ്സ്. ദ ബോയ് ആൻഡ് ദ ബേർഡ്. ആൺകുട്ടിയും പക്ഷിയും. ദിസ് ഈസ് റിങ്കു. All his friends have gone home from school. He is waiting for his father. ഇത് റിങ്കു ആണ്. ദിസ് ഈസ് റിങ്കു. ഇത് റിങ്കു ആണ്. All his friends have gone home from school. അവൻ്റെ കൂട്ടുകാരെല്ലാവരും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. റിങ്കു അവൻ്റെ അച്ഛൻ വരുന്നത് കാത്തിരിക്കുകയാണ്. കിയോ കിയോ. റിങ്കു ഹിയർഡ് എൻ സൗണ്ട്. റിങ്കു കിയോ കിയോ എന്നൊരു ശബ്ദം കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. അതൊരു കുഞ്ഞു പക്ഷിയുടെ കരച്ചിലായിരുന്നു. റിങ്കു അവൻ്റെ അച്ഛൻ വരുന്നത് കാത്തിരിക്കുകയാണല്ലോ, അപ്പോഴാണ് ഈ കരച്ചിൽ കേട്ടത്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. ഇത് എവിടുന്നാണ് ഈ കരച്ചിൽ വരുന്നത്? ഒരു കരിയിലക്കൂട്ടത്തിൽ നിന്നുമാണ് ആ ശബ്ദം കേട്ടത്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. അവൻ മുട്ടുകുത്തി ഇരുന്നു കരിയിലക്കിടയിൽ നോക്കാൻ വേണ്ടിയിട്ട്. ഹീ ഗ്രൂപ്ഡ് ത്രൂ ദ ലീവ്സ്. അവൻ കരിയിലക്കിടയിലൊക്കെ തപ്പി നോക്കി. ഹിസ് ഹാൻഡ്സ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അപ്പോൾ അവൻ്റെ കൈകൾ ഒരു ചെറിയ പക്ഷിയിൽ തടഞ്ഞു. മ്യൂ മ്യൂ. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്. അപ്പോഴാണ് റിങ്കു ഒരു കാറ്റിൻ്റെ സൗണ്ട് കേട്ടത്. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ഹി വറീഡ്. മ്യാവു മ്യാവു എന്ന് കേട്ടപ്പോൾ അവന് പൂച്ച അവിടെ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ? പൂച്ച ഈ പക്ഷിക്കുഞ്ഞിനെ പിടിക്കുമോ? ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ കാറ്റ്. അവൻ കല്ലെടുത്ത് പൂച്ചയെ എറിഞ്ഞു. റിങ്കു ജെൻ്റലി പിക്ഡ് ദ ബേബി ബേർഡ്. എന്ത് ചെയ്തു റിങ്കു? ജെൻ്റലി പിക്ഡ്, മെല്ലെ പക്ഷിക്കുഞ്ഞിനെ എടുത്തു. വെർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്? എവിടെയാണ് ഇവൻ്റെ കൂട്? വെർ ഈസ് ദ മദർ ബേർഡ്? മദർ ബേർഡ് എവിടെയാണ്? ഹി ലിസൺഡ് കെയർഫുള്ളി. അവൻ ചെവിയോർത്തു, ശ്രദ്ധാപൂർവം ചെവിയോർത്തു. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവസാനം അവൻ ആ മരം കണ്ടുപിടിച്ചു. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. റിങ്കു പക്ഷിക്കുഞ്ഞിനെ തൻ്റെ പോക്കറ്റിൽ ഇട്ടു. ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. എന്നിട്ട് അവൻ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. എങ്ങനെയാണ്? അവൻ മരത്തിൻ്റെ ശിഖരങ്ങളും ഇലകളും കൈകൾ കൊണ്ട് തൊട്ടു നോക്കി. അവസാനം അവൻ കൂട് കണ്ടെത്തി. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അവസാനം അവൻ കൂട് കണ്ടെത്തി. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അപ്പോൾ റിങ്കു പോക്കറ്റിൽ നിന്ന് ബേർഡിനെ എടുത്തു. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. എന്നിട്ട് അവൻ ശ്രദ്ധാപൂർവം പക്ഷിയെ കൂട്ടിൽ വെച്ചു. ദ ബേബി ബേർഡ് ചിപ്ഡ് ഹാപ്പിലി. അപ്പോൾ പക്ഷിക്കുഞ്ഞ് സന്തോഷത്തോടെ ചിലച്ചു. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. അപ്പോൾ മദർ ബേർഡ് ഈ ആൺകുട്ടിയെ നന്ദിപൂർവ്വം നോക്കി. ബട്ട് ഹി കുഡിൻറ്റ് സീ ദ ബേർഡ്. അവന് ബേർഡിനെ കാണാൻ കഴിഞ്ഞില്ല. എന്താണ് അങ്ങനെ പറയുന്നത്? ഹി കുഡിൻറ്റ് സീ ദ ബേർഡ്. ഹി വാസ് ബ്ലൈൻഡ്. അവൻ കണ്ണ് കാണാത്തൊരു കുട്ടിയായിരുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടി അത്രയും നല്ലൊരു കാര്യമാണിപ്പോൾ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇനി ആക്ടിവിറ്റി നമ്പർ 15 ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 32. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. സ്റ്റോറി റീകാസ്റ്റ് ചെയ്യണം. ആദ്യം നമുക്കിതൊക്കെ ഒന്ന് നോക്കാം. ഈ പിക്ചർ അനുസരിച്ച് നോക്കാം. വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? സാഷയുടെ അമ്മ എന്താണ് ചെയ്തത്? സാഷാസ് മദർ വോക്ക് ഹെർ അപ്പ്. അവളെ ഉണർത്തി. വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? എന്താണ് സാഷയുടെ അച്ഛൻ ചെയ്യുന്നത്? എന്ത് ചെയ്യുകയായിരുന്നു? സാഷാസ് ഫാദർ വാസ് കുക്കിംഗ് ഇൻ ദ കിച്ചൺ. സാഷയുടെ അച്ഛൻ അടുക്കളയിൽ കുക്ക് ചെയ്യുകയായിരുന്നു. വാട്ട് ഡിഡ് സാഷ ഡു?
സാഷ എന്താണ് ചെയ്തത്? ഇപ്പോൾ സാഷ എന്ത് ചെയ്യുകയാണ്? സാഷ ഗേവ് ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ്. സാഷ അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ണിയപ്പം കൊടുക്കുകയാണ്. ഹൂ ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? ആരെയാണ് സാഷ വാതിലിനരികിൽ കണ്ടത്? സാഷ സോ എ ഗേൾ നിയർ ദ ഡോർ. സാഷ വാതിലിനരികിലായിട്ടൊരു പെൺകുട്ടിയെ കണ്ടു. വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹിയർ? സാഷയും നവീനും എന്താണ് കേട്ടത്? സാഷ ആൻഡ് നവീൻ ഹിയർഡ് സംവൺ സിംഗിങ് എ സോങ്. ആരോ പാട്ട് പാടുന്നത് കേട്ടു. വാട്ട് ഡിഡ് സാഷ ഗീവ് കബിത? സാഷ കബിതയ്ക്ക് എന്താണ് കൊടുത്തത്? സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കബിത. കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്കാണ് സാഷ കൊടുത്തത്. വാട്ട് ഹാപ്പൻഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചത്? ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കബിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ കബിതയെ സ്കൂൾ അസംബ്ലിയിൽ എല്ലാവർക്കും പരിചയപ്പെടുത്തി. എവ്രിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എല്ലാവരും സന്തോഷത്തിലായി, എല്ലാവർക്കും സന്തോഷമായി. എന്തുകൊണ്ട്? വൈ? എവരിബഡി ബിക്കെയിം ഹാപ്പി സീയിങ് ദ സ്മൈലിംഗ് ഫേസ് ഓഫ് കബിത. കബിതയുടെ സ്മൈലിംഗ് ഫേസ് കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇനി നമുക്ക് ഈ കഥയെ റീകാസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വേർഡ്സിൽ എഴുതണം. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ? ഇറ്റ് വാസ് ദ ടൈം ഫോർ സാഷ ടു ഗോ ടു സ്കൂൾ, ബട്ട് സാഷ വാസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. സാഷാസ് മദർ പാറ്റഡ് ഹെർ ആൻഡ് വോക്കപ്പ് ഹെർ അപ്പ്. എന്താണ്? സാഷയ്ക്ക് സ്കൂളിൽ പോകേണ്ട നേരമായി, സാഷ ഇപ്പോഴും ഉറങ്ങുകയാണ്, സ്റ്റിൽ സ്ലീപ്പിംഗ്. അപ്പോൾ സാഷയുടെ മദർ പാറ്റഡ് ഹെർ, പതുക്കെ തട്ടി ഉണർത്തി, ആൻഡ് വോക്കപ്പ് ഹെർ. ഹെർ ഫാദർ വാസ് മേക്കിംഗ് ഹെർ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പം ഇൻ ദ കിച്ചൺ. സാഷയുടെ ഫാദർ എന്ത് ചെയ്യുകയായിരുന്നു? അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. സാഷ ടുക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ. സാഷ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയി. സാഷ ഗേവ് ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ്. സാഷ ഉണ്ണിയപ്പം ഫ്രണ്ട്സിന് കൊടുത്തു. അറ്റ് ദ ടൈം ഷീ സോ എ ഗേൾ നിയർ ദ ഡോർ. ആ സമയത്ത് അവൾ ഡോറിനടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. ഷീ ലുക്സ് സോ ടയേർഡ്. അവളെ കണ്ടപ്പോൾ ആകെ ക്ഷീണിതയായതുപോലെ തോന്നി. സാഷ ഓഫേർഡ് ഹെർ ഉണ്ണിയപ്പം. സാഷ അവൾക്കൊരു ഉണ്ണിയപ്പം നീട്ടി. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ പെൺകുട്ടി അത് വാങ്ങാതെ ഓടിപ്പോയി. ഓൺ ദ വേ ബാക്ക് ഹോം സാഷ ആൻഡ് നവീൻ ഹിയർഡ് സംവൺ സിംഗിങ് എ സോങ്. വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് സാഷയും നവീനും ആരോ പാടുന്നത് കേട്ടു. ദാറ്റ് വാസ് ദ ഗേൾ ഷീ സോ നിയർ ദ ഡോർ. അത് ആരായിരുന്നു? അവർ സ്കൂളിൽ ഡോറിൻ്റെ അരികിൽ കണ്ട ആ പെൺകുട്ടി. സാഷ ഗിഫ്റ്റഡ് ഹെർ എ പിക്ചർ സ്റ്റോറി ബുക്ക്. സാഷ അവൾക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. ഹെർ നെയിം വാസ് കബിത. അവളുടെ പേരെന്തായിരുന്നു? കബിത എന്നായിരുന്നു. സാഷ ആൻഡ് നവീൻ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കബിത. സാഷയും നവീനും അനു ടീച്ചറോട് കബിതയെക്കുറിച്ച് പറഞ്ഞു. ടീച്ചർ ഹെൽപ്ഡ് കബിത ടു ജോയിൻ ദ സ്കൂൾ. ടീച്ചർ കബിതയ്ക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഫ്യൂ ഡേയ്സ് ലേറ്റർ ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കബിത ഇൻ ദ സ്കൂൾ അസംബ്ലി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഹെഡ് മാസ്റ്റർ കബിതയെ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് എല്ലാവർക്കും പരിചയപ്പെടുത്തി. ഷീ ലുക്ഡ് വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷവതിയായിരുന്നു. സാഷ, നവീൻ ആൻഡ് ആൾ ബിക്കെയിം വെരി ഹാപ്പി. സാഷയും നവീനും എല്ലാവരും വളരെ സന്തോഷത്തിലായി. ആക്ടിവിറ്റി നമ്പർ 16. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 34. ഒബ്സർവ് ദ പിക്ചേഴ്സ്. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ചിത്രം നിരീക്ഷിച്ച് ഒരു കഥ എഴുതുക. കഥ നോക്കൂ. എല്ലാവരും പിക്ചേഴ്സ് നോക്കിയല്ലോ അല്ലേ? വൺസ് ദർ ലീവ്ഡ് എ പുവർ ഗേൾ നെയ്മഡ് സാന്ദ്ര ആൻഡ് ഹെർ സിസ്റ്റർ സോന. ഒരിക്കൽ സാന്ദ്ര എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയും അവളുടെ സിസ്റ്റർ സോനയും ജീവിച്ചിരുന്നു. സാന്ദ്ര വെൻറ്റ് ടു ദ ഗാർഡൻ ഓഫ് എ കൈൻഡ് റിച്ച് മാൻ. സാന്ദ്ര എങ്ങോട്ടാണ് പോകുന്നത്? ഒരു കൈൻഡും റിച്ചുമായ ഒരാളുടെ തോട്ടത്തിലേക്ക്, ദയയും അതുപോലെ പണക്കാരനുമായ ഒരാളുടെ വീട്ടിലേക്ക് പോയി. എന്തിനു വേണ്ടിയാണ് പോകുന്നത്? ടു ഗെറ്റ് സം ഫ്രൂട്ട്സ് ഫോർ ഹെർ ഫാമിലി. അവളുടെ ഫാമിലിക്ക് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടാൻ വേണ്ടി അവൾ പോയിരിക്കുകയാണ്. ഷീ കളക്റ്റഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ ഹെർ ബാസ്ക്കറ്റ്. ഒന്നാമത്തെ പിക്ചർ അതാണ്. അവൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് കളക്ട് ചെയ്യാണ് അല്ലേ? പലതരം ഫ്രൂട്ട്സ് അവളുടെ ബാസ്ക്കറ്റിലേക്ക് എടുത്തു വെക്കുന്നു.
സാന്ദ്ര വാസ് വെരി ഹാപ്പി. അതൊക്കെ കിട്ടിയതിൽ സാന്ദ്ര വളരെ സന്തോഷത്തിലാണ്. ഷീ ഹറീഡ് ഹോം. അവൾ വേഗം വീട്ടിലേക്ക് നടക്കുകയാണ്. വിത്ത് ദ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. കൊട്ട നിറയെ പഴങ്ങളുമായി. അതേപോലെ തന്നെ ആൻഡ് എ ഹാർട്ട് ഫുൾ ഓഫ് ഡ്രീംസ്. അവളുടെ ഹാർട്ട് ഫുൾ ഓഫ് ഡ്രീംസിലുമാണ്. അവളുടെ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളാണ്, ഡ്രീംസാണ്. ഷീ ഹാഡ് ടു ക്രോസ് ദ വുഡ്സ് ടു റീച്ച് ഹോം. അവൾക്കൊരു കാട് കടന്നു വേണം വീട്ടിലെത്താൻ. ഓൺ ദ വേ ആൻ എലിഫൻറ്റ് സ്ട്രെച്ച്ഡ് ഇറ്റ്സ് ട്രങ്ക് ആൻഡ് ടുക്ക് ആൻ ആപ്പിൾ ഫ്രം ദ ബാസ്ക്കറ്റ്. ഒരു ആന തുമ്പിക്കൈ നീട്ടി ആപ്പിൾ എടുക്കുന്നത് പിക്ചർ കാണാം അല്ലേ? വഴിക്ക് അത് എടുത്തു ആന, പക്ഷെ അത് അവൾ അറിഞ്ഞിട്ടില്ല അല്ലേ? എ മങ്കി ടുക്ക് എ ബനാന. മങ്കി അതിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഒരു ബനാന എടുത്തു. എ ജിറാഫ് ഏറ്റ് ദ പൈനാപ്പിൾ. ഒരു ജിറാഫ് പൈനാപ്പിൾ എടുത്തു. ദ റിമൈനിങ് ഫ്രൂട്ട് വാസ് പെക്ഡ് ബൈ എ പാരറ്റ്. പിന്നെ അതിലൊരു ഫ്രൂട്ട് ഉണ്ടായിരുന്നത് തത്തമ്മയും കൊത്തിയെടുത്തു. ഷി വാക്ക്ഡ് ഇൻ ഹെർ ഡേ ഡ്രീംസ്. അവളുടെ ദിവാസ്വപ്നങ്ങളിൽ മുഴുകി നടക്കുകയാണ്. സ്വപ്നം മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണ്. വിത്തൗട്ട് നോയിങ് വാട്ട് ഹാഡ് ഹാപ്പൻഡ്. എന്താണ് സംഭവിച്ചത്, ഈ പഴങ്ങളൊക്കെ ഓരോരുത്തരെടുത്തത് ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. ദെൻ സാന്ദ്ര റീച്ച്ഡ് അണ്ടർ എ മാംഗോ ട്രീ. പിന്നെ അവളിങ്ങനെ നടന്നു പോരുന്ന വഴിക്ക് ഒരു മാവിൻ്റെ ചുവട്ടിൽ കൂടെയാണ് വരുന്നത്. ഫുൾ ഓഫ് റൈപ്പ് മാംഗോ ഫ്രൂട്ട്സ്. ആ മാവ് എങ്ങനെയാണ്? നിറയെ പഴുത്ത മാമ്പഴങ്ങളുള്ള മാവാണ്. എ ഗോട്ട് ദാറ്റ് റാൻ ടുവേർഡ്സ് ദ മാംഗോ ട്രീ. ഒരു ആട് ആ മാംഗോ ട്രീൻ്റെ നേരെ ഓടി വന്ന് ഹിറ്റ് ഓൺ ഇറ്റ്. അതുമേ ഇടിക്കുകയാണ് തല കൊണ്ട്. പിക്ചർ നോക്കൂ. വിത്ത് ഇറ്റ്സ് ഹെഡ്. ദ ട്രീ വാസ് ഷെയ്ക്കൺ. അപ്പോഴോ ആ ഇടി കൊണ്ടിട്ട് മരം കുലുങ്ങി. ആൻഡ് എ ലോട്ട് ഓഫ് മാംഗോ ഫ്രൂട്ട്സ് ഫെൽ ഡൗൺ. അങ്ങനെ കുറേ മാമ്പഴങ്ങൾ താഴേക്ക് വീണു. താഴേക്ക് വീഴുമ്പോൾ എന്താ ഉണ്ടായേ? സാന്ദ്രയുടെ ബാസ്ക്കറ്റിലേക്കും കുറേ മാമ്പഴങ്ങൾ വീണു. സാന്ദ്രാസ് ബാസ്ക്കറ്റ് ഗോട്ട് ഫിൽഡ് വിത്ത് മാംഗോസ്. അവളുടെ കൊട്ട മാംഗോ കൊണ്ട് നിറഞ്ഞു. വെൻ ഷീ റീച്ച്ഡ് ഹോം സാന്ദ്ര ആൻഡ് ഹെർ സിസ്റ്റർ സോന were wonderstruck to see the basket full of mangoes. സോനയും സാന്ദ്രയും ഈ കൊട്ട നിറയെ മാമ്പഴങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട് ഇരിക്കുകയാണ്. കഥ മനസ്സിലായോ? ആക്ടിവിറ്റി 17 ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 36. വീഡിയോ ക്ലിപ്പാണ്. എന്താണ്? സാഷാസ് ഫാദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. സാഷയുടെ ഫാദർ ഉണ്ണിയപ്പം ഉണ്ടാക്കിയായിരുന്നു. ഹാവ് യു വാച്ച്ഡ് യുവർ ഫാദർ ഓർ മദർ കുക്കിംഗ്? നിങ്ങൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ കുക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാവ് യു എവർ കുക്ക്ഡ് സംതിങ്? നിങ്ങൾ എന്തെങ്കിലും ഇതുവരെ കുക്ക് ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർ എ കുക്കറി വീഡിയോ വിത്ത് യുവർ ഓഡിയോ കമൻട്രി. ഇപ്പോൾ നിങ്ങളുടെ അമ്മയെ ആരെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ എടുക്കുക, അതിൻ്റെ കൂടെ അതിൻ്റെ ഓഡിയോ ആയിട്ട് നിങ്ങൾ തന്നെ പറയുക. സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. Record an audio clip narrating an interesting event such as പ്രവേശനോത്സവം, observing special days like World Environment Day, English Assembly, etc. അതൊക്കെ വീഡിയോ എടുക്കാം നിങ്ങൾക്ക്. എന്തൊക്കെയാണ് പ്രവേശനോത്സവമോ അല്ലെങ്കിൽ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അസംബ്ലിക്കോ നിങ്ങളുടെ സ്കൂളിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ. യു മേ ആൾസോ ക്രിയേറ്റ് ആൻ ഓഡിയോ ക്ലിപ്പ് അബൌട്ട് ദ ബുക്സ് യു ഹാവ് റീഡ് ഇൻ കണക്ഷൻ വിത്ത് റീഡിംഗ് ഡേ സെലിബ്രേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്കിനെ കുറിച്ചിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കാം, ബുക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.